ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്. സംസ്ഥാനത്ത് 4-5 മന്ത്രിമാർ തോറ്റുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിരവധി സർവേകളും അങ്ങനെ പറയുന്നുണ്ട്. ആരൊക്കെയാണതൊന്നും അറിയാം. നമുക്കിപ്പോൾ രാഷ്ട്രീയ വൈര്യം വെച്ച് പറയുന്നതല്ല, പക്ഷേ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേൾക്കുന്നതാണ്. എന്ന് പറയുന്നത് ശിവൻകുട്ടി നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്ന ഒരു കാൻഡിഡേറ്റായിട്ട് ആദ്യം മുതലേ കണക്കാക്കി നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശിവൻകുട്ടി തോറ്റുപോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വലിയ മത്സരം ഉയർത്തുന്നതിൽ ഒരേ സഭക്കാരായിട്ടുള്ള 2 പേർക്കും ഒരേ സഭയുടെ ആശീർവാദവും അംഗീകാരവും ഒക്കെ കിട്ടിയിട്ടുള്ള 2 പേർക്കും ഒരേ സഭയുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ കഴിയുന്ന, എന്നാൽ താരതമ്യേന ചെറുപ്പമായിട്ടുള്ള വളരെ വലിയ രീതിയിൽ മണ്ഡലം ഇളക്കി മറിച്ചിട്ടുള്ള അഫിൻ വർക്കി ആറന്മുളയിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ ജോർജ് തോറ്റുപോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ബാലഗോപാലിൻ്റെ അവിടെ ഐഷ പോറ്റി വലിയ മത്സരമാണ് ഉയർത്തിയിരിക്കുന്നത്. വളരെ വലിയ മത്സരമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാലഗോപാലിൻ്റെ ഫീച്ചർ എന്താകുമെന്ന് നമുക്കറിയില്ല. അപ്പം 3 പേരുടെ 4ാമത് കിടക്കുന്ന മറ്റൊരു മന്ത്രിയാണ് രാജീവിൻ്റെ കളമശ്ശേരി റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ ലീഗിന് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ആണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹവും തോറ്റു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തൃത്താലയിൽ MP രാജേഷ് VT ബൽറാമിനോടൊപ്പം കടുത്ത മത്സരത്തിലാണ് നിൽക്കുന്നത്. ആ മത്സരവും വളരെ പ്രധാനമാണ്. ഈ മത്സരങ്ങളെയെല്ലാം കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള വലിയ മത്സരം നടക്കുന്ന സ്ഥലമാണ് ബേപ്പൂറിൽ ഇന്നലെ പ്രകാശ് ബാബുവിന് വേണ്ടി BJPയുടെ പ്രകാശ് ബാബുവിന് വേണ്ടി അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന് വേണ്ടി അമിത്ഷായുടെ വലിയ റോഡ് ഷോ ഇന്നുണ്ടായിരുന്നു. അതും വലിയ ആവേശമാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല പിന്നെ UDFന് വേണ്ടി മത്സരിക്കുന്നത് PV അൻവറാണ് എന്നുള്ള ഒരു പ്രശ്നവും ബേപ്പൂരിലുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ വലിയ കടുത്ത മത്സരത്തെയാണ് ഏർപ്പെടുന്നത്. അപ്പോൾ 6 മന്ത്രിമാർ, അങ്ങനെ 5-6 മന്ത്രിമാർ വലിയ മത്സരം നേരിടുകയാണ്. അത് എങ്ങനെയാണ് അവരുടെ ഭാവി എന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ തോക്കുകയാണെങ്കിൽ അത് വലിയൊരു വാട്ടർലൂ ആയിരിക്കും. ബാക്കി MLA മാർ ജയിച്ചാൽ പോലും, ഇനി ഒരുപക്ഷെ ഭരണം വന്നാൽ പോലും ഇവർ 5-6 മന്ത്രിമാർ തോറ്റുപോയാൽ പിന്നെ വലിയൊരു ക്ഷീണമായിരിക്കും LDFനുണ്ടാവുക. എന്തായാലും ഈ മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ചടയമംഗലത്തും കടുത്ത മത്സരമാണ്. പക്ഷേ എങ്കിലും ചടയമംഗലത്തിൻ്റെ പ്രത്യേകത അതൊരു CPI മണ്ഡലമാണ്. എല്ലാ കാലത്തും CPIയോടൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമായത്. ഇപ്പോൾ മുസ്ലിംസ് അടക്കം, അവിടെയുള്ള മുസ്ലിങ്ങളടക്കം ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള മുസ്ലിങ്ങളാണ് കൂടുതലും. അതുകൊണ്ട് അത് ചടയമംഗലം, കടയ്ക്കൽ, ചിതറ എന്നൊക്കെ പറയുന്ന ഭാഗം നല്ല കമ്മ്യൂണിസ്റ്റ് വേരോട്ടമുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായി ഇടതുപക്ഷം വരാനാണ് വലിയ സാധ്യതയുള്ളത്. അതേസമയം ഞാൻ ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ നേമത്തായാലും കൊട്ടാരക്കരയായാലും ആറന്മുളയായാലും എറണാകുളത്തായാലും MP രാജേഷിൻ്റെ തൃത്താലയായാലും മുഹമ്മദ് റിയാസിൻ്റെ ബേപ്പൂരായാലും പിന്നെ ഡോക്ടർ ബിന്ദുവിനും നല്ല മത്സരമാണ്. പക്ഷേ എങ്കിലും അവർ തോൽക്കുമോ നമുക്കറിയില്ല. പക്ഷേ ഈ 6 മണ്ഡലങ്ങളിൽ വളരെ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഇതിൽ ഏതൊക്കെ മന്ത്രിമാർ വീഴും, ആരൊക്കെ വാഴുമെന്ന് നമുക്ക് വളരെ കൃത്യമായി ഇപ്പോൾ പറയുക ബുദ്ധിമുട്ടാണ്. എന്തായാലും വളരെ വലിയ മത്സരമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത് നമുക്കറിയില്ല. വളരെ കൃത്യമായി ഉള്ള ഒരു അജണ്ട എന്നുള്ള നിലയിൽ ഈ മന്ത്രിമാർ തോറ്റുപോകും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കൃത്യമായ റിപ്പോർട്ടുകൾ. അങ്ങനെ റിപ്പോർട്ടുകൾ വരുന്നത് കൊണ്ടാണ് ആ സ്ഥലങ്ങളിലൊക്കെ NDA കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവിടെ മത്സരത്തിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ നിർത്തിയതിൻ്റെ ഉദ്ദേശം തന്നെ ആ സീറ്റ് പിടിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഓരോ സ്ഥലവും എടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായ ഒരു മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും 6 മണ്ഡലങ്ങളിലും വലിയ സാന്നിധ്യമാണ് BJP ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ BJPയുടെ സാന്നിധ്യം, അതുപോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം, ലീഗിൻ്റെ അപ്രമാദിത്വം, ഇതെല്ലാം ചേരുമ്പോൾ 6 മണ്ഡലങ്ങൾ. അതുപോലെ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയാണ് മത്സരിക്കുന്നത്, രശ്മിയാണ് BJPക്ക് മത്സരിക്കുന്നത്. 2 പേരും നല്ല വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. ആ 2 പേര്, രശ്മി നേരത്തെ അവിടെ കാൻഡിഡേറ്റും ആയിരുന്ന ആളാണ്. അപ്പോൾ 3 പേരും മത്സരിച്ചവരാണ്. 2 പേർ MLA-മാരായിരുന്നു, ഒരാൾ MLAക്ക് മത്സരിച്ചവരാണ്. അങ്ങനെയുള്ള 3 പേരാണ് മത്സരിക്കുന്നത് ഇപ്പോൾ ഉള്ള കാൻഡിഡേറ്റായിട്ട്. അതുകൊണ്ട് വലിയ മത്സരമാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 6 മണ്ഡലങ്ങളിലെ മന്ത്രിമാരിൽ ആരൊക്കെ ജയിക്കും, ആരൊക്കെ തോറ്റുപോകുമെന്ന് നമുക്കിപ്പോൾ പ്രവചനിക്കാൻ കഴിയില്ല. പ്രവചനാതീതമായിട്ടാണ് മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.